രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംഗിക ഇരപിടിയനെന്ന് രണ്ടാമത്തെ അതിജീവിത. അതിജീവിതകളോട് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ചെയ്തികളും സമാനം. സ്ഥിരം ലൈംഗിക കുറ്റവാളിയെന്ന് ഈ ഇരപിടിയൻ ചെന്നായിയെ വിശേഷിപ്പിക്കാൻ ഇനി എന്ത് വിശദീകരണം വേണം? 15ഓളം പരാതികൾ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്ക് ലഭിച്ചുവെന്ന് വിവരം. എന്നാൽ ഇന്ന് വന്ന പരാതി മാത്രമാണ് പോലീസിന് കൈമാറിയത്. ആദ്യ അതിജീവിത നേരത്തെ തന്നെ KPCC അധ്യക്ഷന് പരാതി നൽകിയിരുന്നു, നവംബർ 28-ന്. എന്നാൽ പരാതി ലഭിച്ചിട്ടില്ലെന്നാണ് ഇന്നലെ വരെ സണ്ണി ജോസഫ് പറഞ്ഞത്. 15 പരാതികൾ പൂഴ്ത്തിവെച്ച KPCC നേതൃത്വമല്ലേ ഇരപിടിയനേക്കാൾ തരം താണവർ? നേരത്തെ ലഭിച്ച പരാതികളുടെ അവസ്ഥയെന്ത്? ഇരപിടിയന് വേണ്ടി KPCC നേതൃത്വം തന്നെ അതിജീവിതകളെ ഭീഷണിപ്പെടുത്തിയോ? അങ്ങനെയെങ്കിൽ രാഹുൽ എന്ന സ്ത്രീ ലംബടന് വേണ്ടി കോൺഗ്രസ് നേതൃത്വം വേട്ടനായ്ക്കളായോ? രണ്ടാം പരാതിക്കാരി പരാമർശിക്കുന്ന പെൺവേട്ടയ്ക്ക് കൂട്ടുനിന്ന ഫെനി നൈനാൻ അടൂർ നഗരസഭയിലെ 8ാം വാർഡിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ്. നടപടിയെന്ത് കോൺഗ്രസേ? സ്ത്രീകൾ ഉൾപ്പെടുന്ന പൊതു ഇടങ്ങളിൽ നിന്ന് ഈ വേട്ടക്കാരനെ വിലക്കണമെന്ന് അതിജീവിത തന്നെ ആവശ്യപ്പെടുമ്പോൾ നേതൃത്വത്തിന് എന്ത് പറയാനുണ്ട്? ഇനിയും ഈ പെൺവേട്ടക്കാരനെ പാലക്കാട്ടുകാരുടെ നിയമസഭാ പ്രതിനിധിയായി തുടരാൻ അനുവദിക്കേണ്ടതുണ്ടോ?